വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്. 2 വലിയ നേന്ത്രപ്പഴം തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 4ആയി കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സെൻറ്ററിലുള്ള കറുപ്പ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഈ രീതിയിൽ ഞാനിവിടെ പഴം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഞാനിവിടെ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. തേങ്ങ ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതൽ നിറം മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയിലെ ആ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ തേങ്ങ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പഴം ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഴം ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പഴം ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. 3-4 മിനിറ്റിനുള്ളിൽ തന്നെ പഴം നന്നായി സോഫ്റ്റായി കിട്ടുന്നതാണ്. ഇപ്പോൾ പഴത്തിൻ്റെ കളറെല്ലാം ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തവ വെച്ച് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് മാഷായി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കര ചീകിയിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു അണി ശർക്കര എടുത്ത് അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ പാനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം അത് ഒന്ന് മെൽറ്റായി വരുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്തെല്ലാം ഞാനൊന്ന് തവ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ പഴം ഒന്ന് മാഷായി കിട്ടുന്നതിന് വേണ്ടി. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ അളവിൽ അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവിൽ ചേർത്തതിന് ശേഷം ഇത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ആ പഴമെല്ലാം ഒന്ന് മാഷായി കിട്ടുന്ന സമയം വരെ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് ചെറിയ ചൂടോടെ തന്നെ കൈവയിൽ വെച്ച് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ട് നിങ്ങൾക്ക് നന്നായി കുഴച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ അധികം കുഴച്ചെടുത്തിട്ടില്ല. ആ സ്പാറ്റില യൂസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഉരുട്ടുകളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 8 ബോൾസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്നാക്കിൻ്റെ പുറംഭാഗം ഒന്ന് ക്രിസ്പിനെസ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു പഴത്തിൻ്റെ പകുതി പീസുകളാക്കി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 പീസ് പഴമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതി. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒരു കളറിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇത് നമുക്ക് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ബോൾസ് ചേർത്ത് കൊടുക്കാൻ. ഓരോ ബോൾസ് എടുത്ത് ബാറ്ററിൽ നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ചെറുതാക്കി ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഏകദേശം ഒരേ കളർ ആയി കിട്ടുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നോമ്പ് സമയങ്ങളിലെല്ലാം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള പഴവും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിറം മാറുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ ഭാഗവും ഒരേ ഒരു കളറാകുന്ന സമയത്ത് ഞാനിതിവിടെ കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോമ്പ് തുറയ്ക്ക് ആവശ്യമായ ഒരുപാട് വിഭവങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം എടുത്ത് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കമൻസ് എല്ലാം ഫീഡ്ബാക്സായി അറിയിക്കുക. ഇനിയും പുതിയ പുതിയ വിഭവങ്ങളുമായി വരുന്നത് വരെ കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.